ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. അത് 23, 29 തീയതികളിലാണ് ബംഗാളിൽ വോട്ടെടുപ്പ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് നാളെയാണ്, തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത്. സായ്കുമാർ, ഇതാ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ ഏപ്രിൽ 9 നിശ്ചയിക്കുന്നു കേരളത്തിലെ വോട്ടെടുപ്പ്. തീർച്ചയായും വിനിത, ആ തീയതി കുറിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏപ്രിൽ 9 കൃത്യം 26 ദിവസം മാത്രമാണ് ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കാൻ പോകുന്നത്. വിഷുവിന് മുൻപ് ഏപ്രിൽ 9 തീയതി കേരളം ജനവിധി എഴുതും. മെയ് 4 വോട്ടെണ്ണൽ നടക്കുക. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. 1 മാസം പോലും തികച്ചില്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറയേണ്ടി വരും. ഏപ്രിൽ 9 കേരളം വിധിയെഴുതും. മെയ് 4 വോട്ടെണ്ണൽ നടക്കുന്നത്. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. മെയ് 4 തീയതിയായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. അതിലിപ്പോൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ 16/3/2026 ഗസറ്റ് നോട്ടിഫിക്കേഷൻ നാളെയായിരിക്കും നാമനിർദ്ദേശ പത്രിക, അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെയായിരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 23 അതെ, 23/3/2026 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. സ്ക്രൂട്ടിനി വരുന്നത് തൊട്ടടുത്ത ദിവസം 24/3/2026 തന്നെ സ്ക്രൂട്ടിനി വരുന്നു. അത് വിഡ്രോവൽ പിൻവലിക്കാനുള്ള അവസാന ദിവസം 26/3/2026 അങ്ങനെ 9/4/2026 ഏപ്രിൽ 9 തീയതി കേരളം അതിന്റെ വിധി കുറിക്കുകയാണ്. മാറിയിട്ടുണ്ട്. തമിഴ്നാടും കേരളം ഒരേ ദിവസമായിരിക്കുന്നു പ്രതീക്ഷിച്ചു. അതുമല്ല, തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23 വിഷുവിന് മുമ്പാണ്. നമുക്ക് നേരത്തെ ആവുന്നു എന്നുള്ളത് ഈ പാർട്ടികളെ സംബന്ധിച്ച്, മുന്നണികളെ സംബന്ധിച്ച് എല്ലാ പ്രചാരണത്തിനും ദിവസമാണ്. ഒരു മാസമില്ല. അതെ, 1 മാസം 25 ദിവസമേ ഉള്ളൂ. 25 ദിവസത്തിനുള്ളിൽ നമ്മൾ 25ാമത്തെ ദിവസം നമ്മൾ വോട്ടിടാൻ പോവുകയാണ് പോളിംഗ് ബൂത്തിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിടിച്ചുള്ള പ്രചാരണമായിരിക്കും. അതെ, ബംഗാളിൽ 2 ഘട്ടമേ ഉള്ളൂ. അപ്പോൾ വളരെ ചുരുക്കിയിരിക്കുന്നു. 8 ഘട്ടത്തിൽ 2 ഘട്ടമായി ചുരുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. തമിഴ്നാട്ടിൽ 23 തീയതി, ഏപ്രിൽ 23 തീയതി നോബൽ മാരിക്കാരൻ ചേരുകയാണ്. നോബൽ, പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് ഏപ്രിൽ 9 വോട്ടെടുപ്പ് നിശ്ചയിക്കുന്നു. ഇനി ഇതാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുന്നു. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഓടി തീർക്കണം. അത്രയേ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പ്രചാരണത്തിന്. തീർച്ചയായും വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ വോട്ടെടുപ്പിനടക്കം ഉള്ളത്. നമ്മൾ ഏകദേശം വിഷു കഴിഞ്ഞായിരിക്കും വോട്ടെടുപ്പ് എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല, അതിനു മുൻപ് കാര്യങ്ങൾ എത്തുകയാണ്. അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രൊസീജിയർ പൂർത്തിയാക്കുന്ന നീക്കമാണ് തെരഞ്ഞെടുപ്പ് ദിവസം തീയതി കുറിച്ച സ്ഥിതിക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണല്ലോ. നാളത്തെ ചർച്ച, അത് നാളെ ആ ചർച്ച പൂർത്തിയാക്കിയേ തീരൂ. കാരണം ഈ അത്രയേ ദിവസമുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചും ഇനി ആ ദിവസം കുറവാണ് എന്നുള്ള കണക്കുകൂട്ടൽ വളരെ വേഗത്തിലാക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാകേണ്ടിയുണ്ട്. തീർച്ചയായും സ്മൃതി, കോൺഗ്രസിനെ സംബന്ധിച്ചായിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഈ സ്ഥാനാർത്ഥിപ്പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. കാരണം CPM, CPI അടക്കമുള്ള പാർട്ടികളും BJP ഒക്കെ ഏറെക്കുറെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഇന്ന് രാത്രിയോടെ നേതാക്കൾ ദില്ലിയിലേക്ക് എത്തും. നാളെയും മറ്റന്നാളും ഒക്കെ വലിയ ചർച്ചകൾ ദില്ലിയിൽ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ട പട്ടിക നാളെ വൈകുന്നേരം നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 51 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് എന്തായാലും ഉള്ളത്. കാരണം ആദ്യഘട്ട പട്ടികയിൽ 51 പേരുകൾ ഏറെക്കുറെ റെഡിയാണ് എന്ന് നേരത്തെ തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള ആളോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നോബൽ പറഞ്ഞതുപോലെ ആദ്യഘട്ടം വരുന്നു, 2ാം ഘട്ടവും പിന്നാലെ വരണം. അതല്ലെങ്കിൽ പണി വാളും. ഒരാഴ്ച കൊണ്ട് ഈ തമ്മിൽ തല്ലൊക്കെ തീർത്ത് ഒറ്റ പേരിലേക്ക് എത്തണം. എല്ലാം എത്തിയേ തീരൂ എന്നുള്ളതാണ്. ഇനിയിപ്പം സമയമില്ല എന്നുള്ള ബോധ്യത്തിലേക്കും, ഇനി തർക്കങ്ങൾക്ക് സമയമില്ല എന്നുള്ള ബോധ്യത്തിലേക്കും, സമവായ ചർച്ചകൾക്കൊന്നും സാധ്യതയില്ല. പട്ടിക വന്നു കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ തല്ലും വളരെ വേഗത്തിൽ ഭരണത്തിലേറാനുള്ളതാണ് എന്ന രൂപത്തിൽ പാർട്ടികൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ നിലയ്ക്കാണ് നിർണായകമാകുന്നത്. CPM എന്തായാലും ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്ത് നന്നായി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇതാ അല്പസമയത്തിനകം നടക്കാൻ 5 മണിക്ക് MV CPIയുടെയും കേൾക്കാം. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ വീട് കയറി തുടങ്ങാം. അതെ, അത്ര കുറച്ച് ദിവസമേ ഉള്ളൂ. തന്നെ റോഡ് ഷോയുമായി അതാത് മണ്ഡലങ്ങളിൽ സജീവമാവുക എന്നുള്ളത് ഇന്ന് നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രിയുടെ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായിരിക്കും ആദ്യമെന്ന് കേൾക്കുന്നു. അപ്പോൾ എല്ലാം ഒറ്റ കുതിപ്പായി മാറണം. ഈ വിഷു, ഹാപ്പി വിഷു ആർക്കാവെന്ന് പറയാൻ പറ്റും. 24 ദിവസമാണ് പ്രചാരണത്തിന്. 25ാം ദിവസം പോളിംഗ് ബൂത്തിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തും. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. അതെ, 25ാം നാൾ പോളിംഗ് ബൂത്തിലെത്തും. നോബൽ മാരിക്കാരൻ ഇന്നിപ്പോൾ കൃത്യമായി കേരളം, തമിഴ്നാട്, ബംഗാളിൽ 2 ഘട്ടം എന്നത് കൂടി ശ്രദ്ധിക്കണം. 8 ഘട്ടം ഉണ്ടായിരുന്നു, 2 ഘട്ടമായി ചുരുക്കുന്നു ബംഗാളിൽ.
തീർച്ചയായും ബംഗാളാണ് ഏറ്റവും വലിയൊരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം 8 ഘട്ടമായി, അതിനു മുമ്പ് 7 ഘട്ടമായി, അങ്ങനെ പല നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വലിയ തീയതികൾ ഉണ്ടായിരുന്നു. 7ഉം 8ഉം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാൾ വെറും 2 ഘട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്ന് ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സംഘർഷങ്ങളൊക്കെ തുടങ്ങിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ നീക്കങ്ങളുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലം BJP TMC വലിയ പോര് ഉണ്ടായതാണ്. പലയിടത്തും അക്രമങ്ങൾ അതിരിവിട്ട കാഴ്ച നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള സംസ്ഥാനത്ത് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ റിസ്ക് ഇതിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും 8.5 ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ 5 സംസ്ഥാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് അതിനൊന്നും ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്.